കർഷകനെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ബാധ്യത മിൽമയ്ക്ക് വരും. ഇപ്പോൾ ഒരു ബാധ്യതയില്ല. കേരളത്തിലെ കർഷകരുടെ പാല് കിട്ടിയില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാം. ഇപ്പോൾ അവർ നിങ്ങൾ ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ജീമോൻ കാരാടിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ജീമോനെ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ജീമോൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് പാൽവില വർധനവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത്. ഏതാണ്ട് 4 രൂപ ഈ ജൂൺ 1-ാം തീയതി വർദ്ധിപ്പിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ വർധനവ് കൊണ്ട് കർഷകന് ഗുണമില്ല എന്ന രീതിയിലാണ് ജീമോൻ അന്ന് സംസാരിച്ചത്. ജീമോൻ ഒരു മിൽമയുടെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പം കർഷകൻ മിൽമയിൽ പാലളക്കുമ്പം അതിൻ്റെ കൊഴുപ്പും ഒക്കെ നോക്കി കർഷകന് വില കിട്ടാറില്ല. അപ്പോൾ ആ പാല് തന്നെ നിങ്ങൾ അവിടെ വെച്ച് വേറെ ആൾക്ക് ഈ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ലേ നഗ്നമായ സത്യം? അതൊരു കണക്കിന് സംഘത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പാൽവില ചാർട്ട് അനുസരിച്ച് നമ്മൾ കർഷകൻ്റെ നിന്ന് പാലെടുക്കുകയും ഈ മിൽമ എന്ന് പറയുന്ന പ്രസ്ഥാനം ക്ഷീരസംഘങ്ങളുടെ കൂടിയാണ് എന്നുള്ള വസ്തുത മറന്ന് നമ്മൾക്ക് സംഘങ്ങൾക്ക് യാതൊരു പ്രോഫിറ്റും തരാത്ത രീതിയിലാണ് മിൽമയുടെ ഇപ്പോഴത്തെ പോക്ക്. അപ്പം ഈ സംഘത്തിൽ ലോക്കൽ സെയിൽ കിട്ടുന്ന പൈസ കൊണ്ട് വേണം സംഘത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർ 1, 2 അല്ലെങ്കിൽ 3 പേരൊക്കെ കാണും മിക്കവാറും സംഘങ്ങളിൽ. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുകയ്ക്കാണല്ലോ പാല് വിപണിയിൽ കൊടുക്കുന്നത്. അതിലും എത്ര തുക താത്തിയാണ് സാധാരണ കർഷകരിൽ നിന്നും ഈ പാല് സംഭരിക്കുന്നത്? പാൽവില ചാർട്ടിനെ ബേസ് ചെയ്താണ് നമുക്ക് ഈ പറയുന്ന കർഷകന് വില കൊടുക്കാൻ സാധ്യമാവുള്ളൂ. അതായത് പാലിൻ്റെ കൊഴുപ്പും വെള്ളത്തിൻ്റെ അംശമൊക്കെ നോക്കി അല്ലേ ആ ഒരു ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ? ആ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം കർഷകന് വില കൊടുക്കുന്നത്. അതെ, ആ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മിൽമ തയ്യാറാക്കുന്ന രീതിയിൽ വില നൽകുന്നു. അപ്പം ഇതിനകത്ത് ആദ്യം നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ ഒരു കുറഞ്ഞ വിലയ്ക്ക് പാലെടുക്കുകയും എന്നിട്ട് അതേ പാല് തന്നെ നിങ്ങൾ മറിച്ച് വൻ വിലയ്ക്ക് നിങ്ങൾ മറിച്ച് കൊടുക്കുന്നു എന്ന് സംഘങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ചു എന്ന് പറയുണ്ടായി. ഇവിടെ സംഘങ്ങളുടെ ദൈനംദിന ചെലവിനായിട്ട് ലോക്കൽ സെയിൽ കുറച്ച് ഉള്ള സംഘങ്ങൾ ആ ദൈനംദിന ചെലവിനായിട്ടുള്ള അതിന് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ ഒക്കുന്നുള്ളൂ. അതാണ് സംഘങ്ങളുടെ ഒരു വരുമാനമായിട്ടുള്ളത്. കൂടാതെ മിൽമയിൽ നിന്ന് സംഘങ്ങൾക്ക് ലഭിക്കുന്നത് 44 രൂപ ആണ് രാവിലത്തെ പാലിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞൊരു 46 രൂപ. ഇതിൽ കൂടിയ വില മിൽമയിൽ നിന്ന് സംഘങ്ങൾക്ക് ലഭിക്കുന്നില്ല. സംഘങ്ങൾക്ക് ലഭിക്കാതെ കർഷകന് കൊടുക്കാൻ പറ്റുകയില്ല. ആയതുകൊണ്ടാണ് കർഷകർക്ക് സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് വില കുറവായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതായത് 1 ലിറ്റർ പാലിന് മിൽമ 16 രൂപ മുതൽ 18 രൂപ വരെ ലാഭം എടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴത്തെ അത് നമുക്ക് കണക്ക് കൂട്ടാമല്ലോ. മിൽമ 60 രൂപയ്ക്ക് കൊടുക്കുന്ന പാലിന് കർഷകന് കിട്ടുന്നത് 40. കർഷകന് കിട്ടുന്നത് 40 കിട്ടത്തില്ല, സൊസൈറ്റിക്ക് കിട്ടുന്നത് 44 രൂപ അല്ലേ? അല്ലല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാനത് തെളിച്ച് പറയാം. മിൽമ 60 രൂപയ്ക്ക് കൊടുക്കുന്ന പാലിന് കർഷകന് ഈ ഇപ്പം നിലവിൽ പാൽവില വർധനവ് വരുന്ന ചാർട്ട് വരാതെ തന്നെയുള്ള വില പറയുമ്പം 40 രൂപ 38 പൈസയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 19.5 രൂപയോളം ലാഭം മിൽമ എടുക്കുകയാണ്. അതെ. അതായത് പാലിൻ്റെ 1/3 വില മിൽമ ലാഭം എടുക്കുക അല്ലേ? ഇപ്പം ഈ ജീവൻ പറഞ്ഞ കണക്കിന് 60 രൂപയുടെ 1/3 20 രൂപ. മനസ്സിലായോ? അതായത് 19% രൂപ ലാഭം എടുക്കുമ്പം അതിൻ്റെ 20 രൂപ അടുത്ത്. അപ്പോൾ 3 രൂപ ഹോമോജനൈസ് ചെയ്തു എന്നൊരു കാരണം കൊണ്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡ്. ആ പാലാണ് കൂടുതലായിട്ട് വിപണിയിൽ ഇറക്കുന്നത്. അതിന് 60 രൂപയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ 60 രൂപയ്ക്ക് കൊടുക്കുന്ന പാലിനും സംഘത്തിൽ പാലളക്കുന്ന കർഷകന് ഹോമോജനൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവന് ഹോമോജനൈസ് ചെയ്യാത്തതും അല്ലാത്ത ടോണ്ട് പാലിനും എൻ്റെയും ആ സാമ്പിളിന് അവർക്ക് കിട്ടുന്നത് 40 രൂപ 38 പൈസയാണ്. 40 രൂപയും അതിൽ താഴെയും കിട്ടുന്ന കർഷകരുമുണ്ട്. അതുപോലെ 50 രൂപ കിട്ടുന്ന കർഷകരും ഉണ്ട് അല്ലേ? റയറായിട്ട്. അത് ഈ ഇതിൻ്റെ കൊഴുപ്പിനനുസരിച്ച് കൊഴുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം നോക്കിയിട്ടാണല്ലോ നിങ്ങൾ പാൽവില കർഷകന് കൊടുക്കുന്നത്
പാൽവില തയ്യാറാക്കുന്ന ഒരു ചാർട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ ജീവൻ പറഞ്ഞേ. അതെ. അപ്പോൾ ഈ ചാർട്ടിലുണ്ടായ അപാകത കൊണ്ടാണ് ഈ പറയുന്ന 20 രൂപ, അതായത് 1/3 രൂപയുടെ ലാഭം മിൽമ ഉണ്ടാക്കുന്നത്. ആ ചാർട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ജീവൻ പറയാം. ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ ഓർത്തപ്പോൾ ഒരു കാര്യം അങ്ങോട്ട് പറയുകയാണ്. ഈ 1980 മാതൃകാ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ രൂപീകൃതമായത്. അന്നത്തെ ടേം ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതിനകത്ത് 80% വിലയും പൊതുവിപണിയിൽ മിൽമ കൊടുക്കുന്ന പാലിൻ്റെ 80% കൊടുക്കാമെന്ന ഒരു റൂൾ അനുസരിച്ചായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്. 80% മാത്രമല്ല, 80%മോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ 100%-ൽ കൂടുതലോ വില കൊടുക്കുന്നതിന് അനുമതി കൊടുത്താണ് ഈ മിൽമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 80 താഴെ എന്ന് പറയുന്നതിനകത്തൊരു ഓപ്ഷൻ വരെയില്ല. ഈ ഹോമോജനൈസ് ചെയ്ത പാലിന് 60 രൂപയ്ക്ക് അവർ കൊടുക്കുന്ന പാല്, അതേ സ്റ്റാൻഡേർഡ് പാല് കർഷകന് സംഘത്തിലിളക്കുമ്പോൾ അവർക്ക് 67.8%, എന്ന് വെച്ച് കഴിഞ്ഞാൽ 68% വിലയെ കർഷകന് കിട്ടുന്നുള്ളൂ. കർഷകൻ സംഘത്തിന് കൊടുക്കുന്ന പാലിന് വില കൊടുക്കണമെങ്കിൽ സംഘത്തിന് മിൽമ നല്ല വില കൊടുക്കണം. പച്ചയ്ക്ക് പറഞ്ഞാൽ കർഷകനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് മിൽമ, അതല്ലേ ശരി? സത്യമായിട്ട് പറഞ്ഞാൽ 100% ആ പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മിൽമ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഏജൻസികളുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് കർഷകരാൽ രൂപീകൃതമായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മിൽമ. ഇപ്പം ചൂഷണം ചെയ്യപ്പെടുന്നത് മറ്റേജൻസികളാണോ അതോ ബാക്കി എന്താണെന്ന് കൂട്ടിച്ചേർത്തുകൊള്ളുക. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ പ്രസ്ഥാനം നമ്മുടെ തന്നെ അന്തകനായി തീർന്നു, അല്ലേ? തീർന്നിരിക്കുകയാണ്. കാരണം കർഷകൻ എന്താണെന്നുള്ളതും ഇപ്പം നിലവിൽ കേരളത്തിലെ ക്ഷീരകർഷകരുടെ പാല് കിട്ടിയില്ല എങ്കിലും യാതൊരു കുഴപ്പവുമില്ല. കേരളത്തിലെ ക്ഷീരകർഷകർ നശിച്ചാലും ഇതിനേക്കാളും വില കുറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ പാലിന് വില കുറവുണ്ട്. അപ്പം അവരുടെ പാലെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും മാർജിൻ കൂട്ടാം. അപ്പം അതിലായിട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പാലല്ലാതെ ഒരു തുള്ളി പാല് പോലും മിൽമ സംഭരിക്കാതിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഉൽപ്പാദനം കൂട്ടുന്നതിനും കേരളത്തിലെ കർഷകനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയായിട്ട് മാത്രം ഈ പ്രസ്ഥാനം മാറ്റിയാൽ കർഷകൻ രക്ഷപ്പെടും. മറ്റ് സംസ്ഥാനങ്ങളിലെ പാലെടുക്കരുത്. അങ്ങനെ എടുക്കാതിരിക്കണമെന്നൊരു നിയമം കൊണ്ടുവരികയും ചെയ്താൽ കേരളത്തിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും, പാലുൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് ഏത് രീതിയിലാണെന്നും, ഉൽപാദന ചെലവിനനുസരിച്ച് വില കിട്ടിയില്ലെങ്കിൽ പാലുൽപാദനം വർദ്ധിക്കുകയില്ല എന്നും കൃത്യമായിട്ടും കണക്ക് വരും. അപ്പോൾ ഈ കർഷകനെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ബാധ്യത മിൽമയ്ക്ക് വരും. ഇപ്പോൾ ഒരു ബാധ്യതയില്ല. കേരളത്തിലെ കർഷകരുടെ പാല് കിട്ടിയില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാം. ഇപ്പോൾ അവർ നിങ്ങൾ ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. മിൽമ എന്ന് പറയുന്നത് കർഷകനും മിൽമയും എന്നുള്ള രീതിയിലല്ല. നിങ്ങളുടെ ചില പരിപാടികൾ ഞാൻ നേരിട്ട് കേൾക്കാനിടയായിട്ടുണ്ട്. അതായത് അത്യാവശ്യം നന്നായിട്ട് പാടും, അതുപോലെ ഫീമെയിൽ സൗണ്ടിൽ നിങ്ങൾ പാടും. അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കേൾപ്പിച്ചു കൊടുത്താലോ? അത് നമ്മൾ വലിയ ഗായകനൊന്നും അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുതായ രീതിയിലൊക്കെ പാടും. പിന്നെ സംസ്ഥാന ക്ഷീരസംഗമങ്ങളിലുമൊക്കെ കർഷകരുടെ പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ അതിനകത്ത് മറ്റ് കർഷകരധികം പേരില്ലാത്തതുകൊണ്ട് നമുക്ക് അവസരം കിട്ടും. നമ്മളങ്ങനെ പാടിയിട്ടുണ്ട്, പാടുകയും ചെയ്യും. വേണമെങ്കിൽ 2 വരി പാടണമെന്നായിരിക്കും. ഒന്ന് പാടിക്കോ. എന്താണ് 17ൻ്റെ പൂങ്കരളിൻ പാടത്തു പൂവിട്ടതെന്താണ്? പറയാതെൻ്റെ പൂങ്കരളിൻ മാറത്തു നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകെ, പനിനീർ ചെടിയോ പാഴ്മുല്ലകളോ, പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തൂടി നടന്നിട്ട് നീ തന്നെ ചൊല്ല്. ഇവിടെ നമ്മൾ പാൽവിലച്ചാടിനെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി.
നിലവിൽ ആദ്യകാലങ്ങളിൽ പാൽവില ചാർട്ട് തയ്യാറാക്കുമ്പോൾ CLR ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ SNFും ഫാറ്റും ഒഴിച്ച് ബാക്കി CLR എന്ന് പറയുന്ന ആ സംഭവം നിലവിലെടുത്തു കളഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലാണ്. CLR അറിയാതെ SNF കണ്ടുപിടിക്കുന്ന രീതി ഇല്ല. അപ്പം CLR എത്രയാണെന്നും CLR എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതും സംഘം ജീവനക്കാരും കർഷകരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. CLR കൂടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കർഷകൻ ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ CLR എന്താണെന്നുള്ളത് കർഷകൻ അറിയണം. എന്താണ് CLR? CLR എന്ന് പറഞ്ഞാൽ കറക്റ്റഡ് ലാക്ടോമീറ്റർ റീഡിങ്ങിന് എന്നാണ് CLRൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ CLR പാലിലെ SNF എൻ്റെ തോത് കണ്ടുപിടിക്കാനുള്ള ഒരു റീഡിങ്ങാണ്. ക്ഷീരകർഷകരായ നിങ്ങൾക്കും ഒക്കെ അറിയാം SNF എന്നാണെന്നുള്ളത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് SNF എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്ന് പറയാമോ? ഓക്കെ. ഈ SNF എന്ന് പറയുന്ന സോളിഡ് നോട്ട് ഫാറ്റ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് ഒഴികെയുള്ള ഖരപദാർത്ഥങ്ങളെയാണ് CLR എന്ന് പറയുന്നത്. ഈ SNF കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതൊരു ഫോർമുല വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. രണ്ട് രീതിയിൽ SNF കണ്ടുപിടിക്കുന്നു. ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ പാല് വറ്റിച്ച് ഗ്രാവിമെട്രിക് മെത്തേഡ് അനുസരിച്ച് കണ്ടുപിടിക്കുന്നു. ഞാൻ ഒരിക്കൽ പറയുണ്ടായിരുന്നു, ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്ന SNFിനേക്കാളും അധികമായിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള SNF കണ്ടുപിടിക്കുന്ന രീതിയാണ് ഗ്രാവിമെട്രിക് മെത്തേഡ്. ഇത് തമ്മിലുള്ള അന്തരം 0.5 തുടങ്ങി 1.5 വരെ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ ഗ്രാവിമെട്രിക് മെത്തേഡ്. ഞാൻ ഒരിക്കൽ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ പ്രൊഫസർമാർ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞതിനനുസരിച്ച് എന്നെ പഠിപ്പിക്കുകയും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായോടം കൊണ്ടിട്ട് SNF ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഉള്ള വ്യത്യാസത്തിൽ ഉള്ളത് കൊണ്ടിട്ട് ഈ ഫോർമുലയിൽ നേരിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാലും കർഷകന് നല്ലൊരു എമൗണ്ട് വരാൻ സാധിക്കും. അതാണ് ഫോർമുലയിൽ മാറ്റം വരണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. എനിക്ക് ചാർട്ടിലെ പോരായ്മ എന്ന് പറയുന്നത്, ടോട്ടൽ സോളിഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ഫാറ്റിൽ താഴെയുള്ള പാലിന് നിലവിലെ ചാർട്ടിൽ വിലയില്ല. ഈ 3 ഫാറ്റിൽ താഴെ 1.5 തുടങ്ങിയുള്ള പാല് കർഷകൻ്റെ പശുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് അഗ്രികൾച്ചർ വെറ്ററിനറി യൂണിവേഴ്സിറ്റി തന്നെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതും അത് രേഖാമൂലം മിൽമയ്ക്കും സർക്കാരിനുമൊക്കെ അറിവുള്ളതുമാണ്, ക്ഷീരവികസന വകുപ്പിനും. എങ്കിലും ആ പാലെടുക്കാൻ തയ്യാറാക്കാത്തത് ഈ നമ്മുടെ ക്ഷീരകർഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ 32 റീഡിങ് മാത്രമേ മിൽമ, ഇപ്പം റീഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഈ റീഡിങ്ങിൻ്റെ ഓപ്ഷന് നമ്മളുടെ ഈ ചാർട്ടിൽ ഇല്ല എന്നുള്ളതാണ് പുകമറയാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ SNF രേഖപ്പെടുത്തുന്ന ഇതാണ്. ഓരോ റീഡിങ്ങിനും SNF നമ്മൾ കൃത്യമായിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് SNF വന്നിരിക്കുന്നത് പോലും സാധാരണ കർഷകർക്ക് അറിയത്തില്ലാത്ത രീതിയിലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഈ പാൽവില ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നതിന്റെ വ്യത്യാസമാണ് ഇപ്പം ജീമോൻ പറഞ്ഞു വരുന്നത് അല്ലേ? ഇതാണ് മിൽമ തയ്യാറാക്കിയിരിക്കുന്ന പാൽവില ചാർട്ട് അല്ലേ? ഇത് ഏകപക്ഷീയമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, അതായത് കർഷകനെ ദ്രോഹിക്കുന്ന പാൽവില ചാർട്ട് എന്ന് പറയുന്നതാണ് ഇപ്പം മിൽമ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന രീതിയിലേ നടക്കുള്ളൂ. ഇവിടെ ഞങ്ങളുടെ സംഘത്തിൽ ഇപ്പം തന്നെ 10 ഫാറ്റുള്ള പാല് നമ്മുടെ സംഘത്തിലെ കർഷകരിൽ നിന്ന് വരുന്നുണ്ട്. 1-2 കർഷകരേ ഉള്ളൂ. 9.5 ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 9.5 ഫാറ്റുള്ള പാല് കിട്ടി. ഇവിടെ 8 വരെ കാണുന്നുള്ളൂ. 8 വരെ കൊടുക്കുന്നുള്ളൂ. 8 മുകളിലേക്ക് കൊടുക്കുന്നില്ല. ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് പുകമറയാ. അപ്പം അതും 8 നിർത്തിക്കണം. പിന്നെ അവിടെ എന്ത് വ്യത്യാസം വന്നാലും അത് സംഘങ്ങൾക്കോ അല്ലെങ്കിൽ മിൽമയ്ക്കോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള രീതിയാണ്. കൂടാതെ വേറെ ഒരു കാര്യമാണ്, ഏത് ചാർട്ട് ഉണ്ടാക്കിയാലും പാലിൻ്റെ
ഫാറ്റിൻ്റെ SNFിൻ്റെയും വില ഇവിടെ രേഖപ്പെടുത്തണമെന്നുണ്ട്. അതും ഈ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യാതൊരു വിധത്തിലും എന്ത് വിലയിട്ടാണ് ഈ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നുള്ളതും അറിയാനുള്ള അവകാശം വരെ നമ്മുടെ കേരളത്തിലെ ക്ഷീരകർഷകർക്കില്ല എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. തത്വത്തിൽ പറയുമ്പോൾ ഈ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു എന്താ പറയുന്നത്, ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. മറ്റുള്ളവർ ഞങ്ങളെ ചെയ്യുന്നത് അങ്ങ് അംഗീകരിച്ചുകൊള്ളുക എന്ന ആ ഒരു മെത്തേഡാണ് ഈ പാൽവില ചാർട്ടിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കർഷകനെ അടിച്ചേൽപ്പിക്കുന്നു അല്ലേ? കർഷകനെ അടിച്ചേൽപ്പിക്കുന്നു. ഇത് ഞങ്ങൾ തയ്യാറാക്കി തന്നിരിക്കുന്നു, അതനുസരിച്ചേ മതിയാവും. വേറെ ഒരു ഓപ്ഷനും സ്വീകാര്യമല്ല. ക്ഷീരകർഷകർ കൊടുക്കുന്ന പല തരത്തിലുള്ള ഫാറ്റും അല്ലെങ്കിൽ SNF ഉള്ള കർഷകരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന പാല് തന്നെയാണ് ഒരേ വിലയിൽ അല്ലെങ്കിൽ 60 രൂപ നിരക്കിൽ ഇവിടെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്നത് അല്ലേ? അതെ. അപ്പം അതിനകത്തും കുറേ അപാകതകളില്ലേ? അതിനകത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സാധിക്കുന്നത്. ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഈ ചാർട്ടിൽ ഫാറ്റും SNFും വെച്ചുള്ള തോതുള്ള പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. CLR എത്രയാണെന്ന് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം എത്ര ലിറ്റർ പാല്, എത്ര ഫാറ്റും, എത്ര കിലോ ഫാറ്റും, എത്ര SNFും വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മിൽമയ്ക്കറിയാം. ഈ SNF ഫാറ്റും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഭാഗമാണ്. അത് യാതൊരു വിധത്തിലും അതിനെ സംബന്ധിച്ചൊരു കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കണക്കുകളും കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റിങ്ങിനെയാണ് പറയുന്നത് ടെക്നിക്കൽ ഓഡിറ്റിങ്. ഇന്ന് മിൽമയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരേണ്ട ഒരു കാര്യമാണ് ടെക്നിക്കൽ ഓഡിറ്റിങ്. സംഭരിക്കുന്ന ഫാറ്റും SNFും എതിലേ പോകുന്നു, ബാക്കിയുള്ളത് എവിടെയുണ്ട്, അതിനെ സംബന്ധിച്ച ഒരു ഓഡിറ്റിങ് നടത്തേണ്ടതായിട്ടുണ്ട്. പണ്ടൊരു 2006 8 പണ്ടൊരു പഠനം നടത്തിയിരുന്നു. അതിനകത്ത് വളരെയധികം ക്രമക്കേടുകൾ കണ്ടതായിട്ട് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പിയുണ്ട്. ഞാൻ വിവരാവകാശത്തിൽ എടുത്തിരുന്നതാണ്. എൻ്റെ ഒരു കോപ്പി വരെയുണ്ട്. അപ്പം ടെക്നിക്കൽ ഓഡിറ്റിങ് സാർ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ ഫാറ്റിൻ്റെ SNFിൻ്റെയും കണക്ക് യാതൊരു വിധത്തിലും ഇല്ല എന്നുള്ളതാണ്. കർഷകനായ ജീമോൻ തയ്യാറാക്കിയിരിക്കുന്ന വില വിവര ചാർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്.